ഒന്നാമത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് നമ്മളുടെ ചിന്താഗതികൾ നമ്മളുടെ സർവ സാമർഥ്യങ്ങളും പഠനത്തിനായാലും കാര്യങ്ങൾ ചെയ്യുന്നതിലായാലും വിജയസാധ്യതകളിലായാലും എല്ലാത്തിലും നമ്മളെ ഒരുക്കുന്നത് നമ്മൾ സ്വീകരിക്കുന്ന ഡേറ്റകൾക്കനുസരിച്ചുമാണ്. പുറമേ നിന്ന് നമ്മളുടെ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന ഡേറ്റകൾക്കനുസരിച്ചിട്ടാണ് നമ്മളുടെ ജീവിത വിജയ പരാജയങ്ങളെല്ലാം നിർണയിക്കപ്പെടുന്നത് എന്നാണ്. അപ്പോ ആ ഡേറ്റകൾ സ്വീകരണം എന്നാൽ എല്ലാവർക്കും ചുറ്റിലുള്ള ആ ഡേറ്റകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരേ സ്ഥലത്ത് ജീവിക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും ഒരേപോലെയല്ലേ, ഒരു ദേശത്ത് ജീവിക്കുന്നവർക്ക് ഒരേപോലെയല്ലേ സാഹചര്യം ഡേറ്റകൾ സ്വീകരിക്കുന്നതിന് എന്നാണെങ്കിൽ ആ ഡേറ്റകൾ സ്വീകരിക്കുന്നതിലും തിരസ്കരിക്കുന്നതിലും ഉള്ള തീരുമാനം നമ്മുടെ ഉള്ളിൽ ഉള്ള സംസ്കാരമാണ് അതിൻ്റെ അടിസ്ഥാനം. ഏതൊക്കെ സ്വീകരിക്കണം, ഏതൊക്കെ സ്വീകരിക്കരുത്, തിരസ്കരിക്കണം, ഏതിനെയൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് സ്വീകരിക്കണം, ഏതിനെയൊക്കെ നിർബന്ധമായിട്ടും അകറ്റണം എന്നൊക്കെയുള്ള തീരുമാനങ്ങളും ആഗ്രഹങ്ങളും കടുംപിടുത്തങ്ങളും എല്ലാം പല തലങ്ങളിലുള്ളതിനെയാണ് ഈ പറയുന്നത്. അതിനെ തീരുമാനിക്കുന്നത് നമ്മുടെ ഉള്ളിലെ സംസ്കാരമാണ് എന്നും പറഞ്ഞു. ഈ സംസ്കാരം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നും നമ്മൾ നോക്കി. എങ്ങനെയാണ്? നാളതുവരെ സ്വീകരിച്ചിട്ടുള്ള ഡേറ്റകളുടെ അനാലിസിസിലൂടെ സ്വാംശീകരിച്ചിട്ടുള്ള ഒന്നിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. അതാണെങ്കിലോ അതാണ് ഓരോരുത്തരുടെയും വ്യക്തിത്വം എന്ന നിലയിൽ ആക്ട് ചെയ്യണത്. അപ്പോൾ വ്യക്തിത്വം ഉണ്ടാകുന്നത് നമ്മൾ പുറമേ നിന്ന് സ്വീകരിക്കുന്ന ഡേറ്റകൾക്ക് അനുസൃതമായിട്ടാണ്. ആ വ്യക്തിത്വ പരിണാമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും വീണ്ടും സ്വീകരിക്കാനുള്ള ത്വര ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ തിരസ്കരിക്കാനുള്ള ആ ശ്രമം നടക്കുന്നത്. സ്വീകരണത്തിനായാലും കൊള്ളാം, തിരസ്കരണത്തിനായാലും കൊള്ളാം, മിത്രതയ്ക്കായാലും കൊള്ളാം, ശത്രുതയ്ക്കായാലും കൊള്ളാം. എന്താ ഓരോന്നിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചാണ് നമ്മൾ പേര് മാറ്റുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊന്നും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതിന്റെ ഇന്റൻസിറ്റി ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മളുടെ സംസ്കാരമാണ്. ആ സംസ്കാരമാകട്ടെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതുമാണ്. പക്ഷേ മാറ്റത്തിന്റെ ആ തോതിലാണ് വ്യത്യാസം വരിക. ആ തോതിൽ എങ്ങനെ വ്യത്യാസം വരും? തോതിൽ വ്യത്യാസം വരുന്നത് നമ്മൾക്ക് തോതിനെ വ്യത്യാസപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലുള്ള ഡേറ്റകൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ്. തോതിന്റെ ആ ഡേറ്റകൾ ഏത് തരത്തിലുള്ളതാണോ സ്വീകരിക്കപ്പെടുന്നത് അതിനനുസരിച്ച് അതിന്റെ പ്രവർത്തനക്ഷമത കൂടുമല്ലോ. അത് മിഷനാണെങ്കിലും നമ്മൾ ഒരു മിഷൻ ശരിക്ക് സ്മൂത്ത് റണ്ണിംഗ് ആയിട്ട് പോകണമെങ്കിൽ എന്തു വേണം? ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് ഒക്കെ അപ്ലൈ ചെയ്യണം. അല്ലാണ്ട് ഫ്യൂവല് മാത്രം കൊണ്ട് എൻജിൻ ശരിക്ക് വർക്ക് ചെയ്യില്ല. അപ്പോൾ എൻജിൻ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഫ്യൂവൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഒന്ന്, എന്നാൽ ആ ഫ്യൂവലിനോടൊപ്പം തന്നെ ആ വണ്ടിയുടെ ചലിക്കുന്ന ഭാഗങ്ങളെ അല്ലെങ്കിൽ പ്രവർത്തനം അതിന്റെ മാക്സിമത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ
അതിന് ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞ് ഒരു പരിപാടിയുണ്ട്. അതിനാണ് ഓയില്, ഗ്രീസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ നമ്മളുടെ പ്രവർത്തനം ഒന്ന് ഡേറ്റയുടെ അനാലിസിസ്, ഡേറ്റകളെയൊക്കെ അനലൈസ് ചെയ്യണമെങ്കിൽ അതൊരു പ്രവർത്തനമാണ്. അപ്പോൾ സ്ട്രക്ചറുണ്ട്, ഫങ്ഷനുണ്ട്. ആ സ്ട്രക്ചർ എങ്ങനെയുള്ളതോ സ്ഥിരമായിട്ടുള്ള സ്ട്രക്ചറല്ല. അതെല്ലാം അനന്തമായിട്ടുള്ള ഘടകങ്ങളുടെ തമ്മിലുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തെ നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഈ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന വിധത്തിൽ ഇവിടെ കണ്ടോ, ഒരു പിവട്ടിൽ കിടന്ന് കറങ്ങണ പോലെ കറങ്ങണുണ്ടോ. അപ്പോൾ അതുപോലെ അനന്തമായിട്ടുള്ള ജോയിന്റുകളോടുകൂടിയാണ് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനത്തിന് കൂടുതൽ ക്ഷമതയുണ്ടാകണമെങ്കിൽ അതിന് ഉരസൽ കുറയ്ക്കാൻ വേണ്ടി, ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലൂബ്രിക്കേഷൻ കൊടുക്കണം. ആ ലൂബ്രിക്കേഷൻ കൊടുക്കുന്നതിലുള്ള കൂടുതൽ കുറവനുസരിച്ചിട്ടാണ് നമ്മുടെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നടക്കുന്നത്. മനസ്സിലാണ്ടോ? അപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള സ്ഥലമുണ്ടായിരിക്കണം. പിന്നെയോ ഈ ലൂബ്രിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ സ്വീകരിക്കണം. അത് കുറേശ്ശെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കുറവനുസരിച്ച് പ്രവർത്തനശേഷി കുറയും, സ്പേസ് അനുസരിച്ച് പ്രവർത്തനശേഷി കുറയും. അപ്പോൾ ഒരു മെഷീൻ എങ്ങനെയാണോ വർക്കണം അതെല്ലാം ഏതൊരു ജീവിയുടെ ഉള്ളിലും അതൊക്കെ തിയറി എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. അകത്തും പുറത്തും പ്രപഞ്ചത്തിലെല്ലാം നടക്കുന്ന തിയറി ഒന്ന് തന്നെയാണ്. അപ്പോൾ സ്പേസ് ഉണ്ടായിരിക്കണം. അതിനാണ് നമ്മൾ പറയുന്നത് ഇൻക്ലൂസീവ്നെസ് ഉണ്ടാകണം. എങ്ങനെയാണ്? നമുക്ക് എല്ലാത്തിനും ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം. ആ മനസ്സിലാണ് പ്രവർത്തിക്കുന്നത്. ബുദ്ധിയാണ്, അതിന്റെ മസ്തിഷ്കമാണ് ടൂളായിട്ട് വരുന്നത്. ആ മസ്തിഷ്കത്തിന് മനസ്സെന്ന് വെച്ചാൽ ബുദ്ധി എന്ന് പറയുന്നതിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ധനം എന്താണ്? യുക്തി എന്ന് പറയും. യുക്തി എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റുമായിട്ട് നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ആ പാരസ്പര്യത്തെയാണ് യുക്തി എന്ന് പറയുന്നത്. അത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നറിയുന്നു. അതിൻ്റെ ആ ജോയിന്റുകൾ എങ്ങനെയാണ്? രണ്ട് കാര്യങ്ങൾ ഒരു വിരലും മാത്രം വെച്ചാൽ അത് സ്റ്റേണായിട്ട് ഒരു വടിയാണിത്. ഈ വടിക്ക് വലിയ പ്രവർത്തനം, ആ വടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങനെ ആട്ടാന്നുള്ളതല്ലാണ്ട് ആ വടിയിൽ വേറൊരു വടി ജോയിൻ ചെയ്തിങ്ങനെ വെച്ച് ആണിയടിച്ച് അങ്ങോട്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതും അനങ്ങില്ല. എന്നാൽ ഇത് ഒരു ചലനാത്മകമായിട്ട് ഇങ്ങനെ ഒരു ലൂസായിട്ടുള്ളൊരു പിന്നിട്ടിട്ടാണെങ്കിൽ ആ പിന്നിൽ നിന്ന് ഇങ്ങനെ കറങ്ങും. അപ്പോൾ ഇതിന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നിനോട് കടുംപിടുത്തം ഉണ്ടാകരുത്, ആണിയടിച്ച പോലെ ആകരുത്, ഒട്ടിച്ചു വെച്ചേക്കുന്ന പോലെ ആകരുത്. അതിന് ഒരു ജോയിന്റ് ലൂസ് ജോയിന്റ് ആണ്, എന്നാൽ വിട്ടുപോകുകയില്ല, എന്നാൽ ചലിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ചെറിയ 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 യൂണിറ്റുകൾ ചേർന്ന് വീണ്ടും വലിയ വലിയ ഘടകങ്ങളായിട്ട് അത് പൂർണ്ണമായിട്ടും വിട്ടത് തമ്മിൽ തമ്മിലാണ് അതിന്റെ ആ കൂട്ടായ്മ, അതിന് മോളിക്യൂൾ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ പറയാണ്. ആറ്റത്തിനകത്ത് ഇത്ര സാധനം അതെല്ലാം കൂടെ തമ്മിൽ ജോയിന്റ് ആണ്. പിന്നെ ആറ്റങ്ങൾ തമ്മിലുള്ള ആ ജോയിന്റ് മോളിക്യൂൾ ആകുമ്പോഴത്തേക്കും അതിന്റെ ആ ജോയിന്റ് ഇങ്ങനെ ഒരു പിന്നിലല്ല ജോയിൻ ചെയ്തേക്കണത്, അതിന് ഫ്രീ ആകുകയും ചെയ്യും, അടയ്ക്കുകയും ചെയ്യാം. അതിന് സ്വാതന്ത്ര്യം കൂടും. പിന്നെയുള്ളത് നിങ്ങൾ വീണ്ടും സ്വാതന്ത്ര്യം കൂടും.
അങ്ങനെ ഒരു ജീവി എന്നുള്ള ലെവലിലേക്ക് അനന്തമായിട്ടുള്ള യൂണിറ്റുകളുടെ കൂട്ടായ്മയായിട്ട് വന്നിട്ട് ഈ പിന്നുകൊണ്ട് ജോയിൻ ചെയ്യാത്ത വിധത്തിൽ അതിനെ നമ്മൾ ആകർഷണ വികർഷണങ്ങൾ കൊണ്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യം വളരെയധികം കൂടും. അപ്പോൾ ഈ പിന്നുകൾ കൊണ്ട് ജോയിൻ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് അനന്തമായിട്ടുള്ള സാധ്യതകൾ നമ്മൾ ആകർഷണ വികർഷണങ്ങൾ മാത്രം കൺട്രോൾ ചെയ്യും. അവിടെ വേറെ ചരടുമില്ല, പിന്നുമില്ല, ഒന്നുമില്ല. അതിനാണ് കുടുംബം എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം. ഭാര്യാഭർത്തൃ ബന്ധം, മക്കളുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ എല്ലാം വേറെ വേറെ യൂണിറ്റുകളാണ്. പക്ഷെ അതിനെ തമ്മിൽ യോജിപ്പിക്കുന്ന ആകർഷണ വികർഷണങ്ങളായിട്ടുള്ള ആ ബന്ധം വന്നു. അത് തന്നെ ആ കുടുംബങ്ങളുടെ ആകർഷണ വികർഷണങ്ങളുടെ ആ തോതനുസരിച്ച് അതും ഒരു യൂണിറ്റ് പോലെ ആക്ട് ചെയ്യും. അത് കഴിയുമ്പോൾ അതേ ബന്ധുക്കൾ എന്ന് പറയുന്ന കുറെ ഇതുപോലുള്ള യൂണിറ്റുകളുമായിട്ട് ആകർഷണ വികർഷണം. അപ്പോൾ അവിടെ ഭൗതികമായിട്ടുള്ള ഒരു ബന്ധനവുമില്ല. പക്ഷേ അവിടെ ഭാവത്തിലുള്ള എന്ന് പറഞ്ഞാൽ ആകർഷണ വികർഷണം, അത് ഇന്ദ്രിയ ഗോചരത്വമില്ല, പക്ഷെ അതിന് നല്ല ശക്തിയുണ്ട് താനും. അങ്ങനെയുള്ള വ്യത്യാസത്തിലാണ് കുടുംബം എൻ്റെ 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 എന്നുള്ള ആ ഒരു ബന്ധം. മനസ്സിലാണ്ട? ഇങ്ങനെയൊക്കെയുള്ള ബന്ധത്തിൽ പ്രവർത്തനം നടക്കണമെങ്കിൽ എന്തു വേണം? ഈ ബന്ധിപ്പിച്ചിരിക്കുന്നത് മാത്രമായിട്ട് നിൽക്കുന്നതാണെങ്കിൽ അതിനകത്തുള്ള പ്രവർത്തനം മാത്രമേ നടക്കുള്ളൂ. പുറമേ ഉള്ള ഒരുമായിട്ട് എന്നും പ്രവർത്തിക്കാനാകണമെങ്കിൽ എന്തു വേണം? സ്പേസ് നിറച്ചു വേണം. പുറമേയുള്ള ഏതും നമുക്ക് സ്വീകരിക്കാനുള്ള ഒരു ഇൻക്ലൂസീവ്നെസ് എന്ന് പറയും. അപ്പൊ എന്തു പറയും? ഈ ഇൻക്ലൂസീവ്നെസ് ഉണ്ടെങ്കിൽ ആകർഷണം എങ്ങോട്ട് കൂടി പോയി? നമ്മളുടെ ഈ ഗ്രൂപ്പിൽ നിന്നറിയും. ഞാൻ, എൻ്റെ വീട്, എൻ്റെ ഗ്രാമം, എൻ്റെ ജില്ല, എൻ്റെ സംസ്ഥാനം, എൻ്റെ രാഷ്ട്രം, എൻ്റെ എന്നുള്ളതിന് നമ്മളങ്ങനെ വിശാലമായിട്ട് പോയി വരുമ്പോൾ അതിനെന്ത് പറ്റും? നമുക്ക് പ്രവർത്തിക്കാനുള്ള സ്പേസ് വളരെയധികം കൂടും. അപ്പോൾ കൂടുതൽ ഡേറ്റകൾ ഉള്ളിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയായിരിക്കും? തെരഞ്ഞെടുപ്പിൽ വളരെയധികം എല്ലാത്തിനെയും നമ്മൾ കണ്ടു തിരഞ്ഞെടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ യൂണിറ്റുകളായി മാത്രം ചിന്തിക്കുമ്പോൾ അതിന് സാധ്യതകൾ കുറഞ്ഞിരിക്കും. എന്ന് പറഞ്ഞാൽ സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചത് മാത്രം ചെയ്യുന്ന അവസ്ഥ. ഞാനെന്ന് പറയണത് എന്തൊക്കെയാണ്? ഈ ശരീരം വരെയുള്ള ഒരു കൂട്ടായ്മ, അത് കഴിഞ്ഞ് എൻ്റെ കുടുംബം വരെയുള്ള കൂട്ടായ്മ. മനസ്സിലാണ്ടോ? ഞാൻ, പിന്നെ എൻ്റെ എന്നുള്ളതിന് നമ്മൾ വിപുലീകരണം കൊടുത്തു വരുമ്പോഴാണ് ഈ സ്വാർത്ഥത കുറഞ്ഞു. ഞാൻ എൻ്റെ ഈ ശരീരത്തിൽ ഉൾക്കൊള്ളുന്ന എന്നെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ തികച്ചും സ്വാർത്ഥനാകും. എനിക്ക് അറിവുകളുണ്ടാക്കാൻ വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ. ഞാൻ എൻ്റെ കുടുംബത്തിന് നോക്കാൻ വരുമ്പോൾ കുറെ കൂടി വലുതായി. ഞാൻ എൻ്റെ ഗ്രാമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ കുറെ കൂടി വലുതായി. ഞാൻ എൻ്റെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, ഞാൻ എൻ്റെ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട്, ഞാൻ സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ട് ഇങ്ങനെ വലുതായി പോകുമ്പോൾ നമ്മളുടെ പ്രവർത്തന മേഖല വലുതാകും. നമുക്ക് അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും എല്ലാം ആ കാര്യങ്ങൾ വികസിച്ചു വരുന്നു. ആനന്ദവും അറിവും ആനന്ദവും ഒക്കെ കൂടി വരുമ്പോൾ അതിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. ഓം നമഃ ശിവായ.